ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷവും ഡ്രൈവ് ചെയ്യുന്ന പല ആൾക്കാരുടെ ഒരു മിസ്റ്റേക്കാണ്, അതായത് പ്രത്യേകിച്ച് തുടക്കക്കാരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ചിലപ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് ഉദ്ദേശിച്ച ഗിയർ വീഴാറില്ല, ഗിയർ തെറ്റിപ്പോകും. ഇനി ചിലപ്പോൾ ഗിയർ ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്ത് എടുക്കാനായിട്ട് ശ്രമിക്കും, ഗിയർ വീണു എന്നുള്ള ഒരു ചിന്തയിൽ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഒരിക്കലും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് വണ്ടി ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വണ്ടികളിൽ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതായത് നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഇടുമ്പോൾ നിങ്ങൾ കൈ പിടിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തേർഡും ഫോർത്തിലേക്കും ഷിഫ്റ്റ് ചെയ്യുമ്പോഴും കൈ പിടിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഫിഫ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും റിവേഴ്സിലേക്ക് ഇടുന്ന സമയത്തും കൈ പിടിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഒപ്പം തന്നെ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും നിങ്ങൾ കൈ യൂസ് ചെയ്യേണ്ട, അതായത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗിയർ തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ സാധാരണ വണ്ടികളിൽ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, തുടക്കക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ ഗിയർ ലിവർ പിടിക്കുന്നു, ന്യൂട്രലായതിനു ശേഷം ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് മേളിലേക്ക് ഇടും, ഇപ്പോൾ ഫസ്റ്റിലേക്ക് ഇടും. ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ ചേർക്കും, എന്നിട്ട് മേളിലേക്ക് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഗിയറൊക്കെ ഒന്ന് മാറി ചിലപ്പം തേർഡിലേക്ക് വീഴാറുണ്ട്, പ്രോപ്പർ ഫസ്റ്റിലേക്ക് വീഴാറില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഇങ്ങനെ കൈ പിടിക്കാതെ അതിന് പകരം നിങ്ങളിത് ഇങ്ങനെ കൈ പിടിക്കുക, ഇത് ഇങ്ങനെ ചെരിച്ച് കൈ പിടിക്കുക. കൈ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇത് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ കൈ പിടിക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൈ ഇങ്ങനെ ചേർക്കുക. നോക്കുക, ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് മേളിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പം കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് വീഴും. ഇനി ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്തും നമ്മളിത് ഇങ്ങനെ തന്നെ ബലത്തിൽ പിടിച്ചേക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ന്യൂട്രൽ പോയിന്റ് വരുന്നു, അവിടുന്ന് തൊട്ട് താഴോട്ട് ഇടുമ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ തെറ്റാതെ തന്നെ വീഴും. അപ്പം ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പിടിച്ച കൈ നേരെ തിരിഞ്ഞ് ഇങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇതേ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുന്നു, ഇനി തേർഡിലേക്ക് ഇടാൻ നേരത്ത് വീണ്ടും നമ്മൾ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുക്കും. ആ ഒരു സമയത്ത് നമ്മുടെ കൈ ഫ്രീ ആകും. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ പതുക്കെ വന്ന് സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ക്ലച്ച് ഫുള്ള് ചവിട്ടുക, ഇങ്ങനെ കൈ പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇത് പതിയെ ഒന്ന് ലിവർ തട്ടി കൊടുത്താൽ ന്യൂട്രൽ പോയിന്റിലേക്ക് വീഴും. കണ്ടില്ലേ, ന്യൂട്രൽ പോയിന്റ് വീണു. എന്നിട്ട് നിങ്ങൾ കൈ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൈ പിടിക്കുക. ഈ ന്യൂട്രൽ പോയിന്റിൻ്റെ സെൻട്രൽ ലിവർ ഓൾറെഡി വന്നോളും. അതിനുശേഷം തൊട്ട് മേളിലേക്ക് ഇട്ടാൽ നിങ്ങൾക്ക് തേർഡ് ഗിയർ തെറ്റാതെ ഇടാം. ഇതേ തേർഡ് ഗിയർ ഈസി ആയിട്ട് തന്നെ ഇടാം. അപ്പോൾ നമുക്കത് സ്പീഡിൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ നോക്കുക, സെക്കൻഡിൽ നിന്ന് നമ്മൾ തേർഡ് ഇടുമ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഇട്ടുന്നു, ന്യൂട്രൽ പോയിന്റ് വരുന്നു, അതിനുശേഷം ഇങ്ങനെ ഇടുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തെറ്റാതെ തന്നെ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഫോർത്തിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ തന്നെ കൈ പിടിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആകുമ്പോൾ നമ്മുടെ കൈ ഫ്രീ ആകുമല്ലോ. അതിനുശേഷം നമ്മൾ വളരെ സാവധാനത്തിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ക്ലച്ച് ഔട്ടുക, ന്യൂട്രൽ പോയിന്റിലേക്ക് വരിക, അതിനുശേഷം തൊട്ട് താഴോട്ട് ഇടുക. അപ്പോൾ നമുക്ക് ഫോർത്തിലേക്ക് ഇടാനായിട്ട് കഴിയും. ഇനി ഫിഫ്ത്തിലേക്ക് ഇടുമ്പോഴും ഇങ്ങനെ തന്നെ കൈ പിടിക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യണം, ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, അതിനുശേഷം നമ്മളിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് തള്ളി കൊടുക്കുക. അപ്പം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ പിടിക്കുക, റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗമില്ല, ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ തള്ളിക്കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വരിക, ഇങ്ങനെ തള്ളിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിഫ്ത്ത് ഗിയറിലേക്ക് വീഴും. ഇനി നമുക്ക് റിവേഴ്സിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ, റിവേഴ്സിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. റിവേഴ്സ് ഒരു സൈഡിൽ വണ്ടി സ്റ്റോപ്പ് ആയതിനു ശേഷം നമ്മളിത് ഇങ്ങനെ തന്നെ കൈ പിടിക്കുക, റൈറ്റ് സൈഡിലേക്ക് മാക്സിമം ചേർത്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബലം ഈ ഭാഗത്ത് കൊടുക്കാം. അതിനുശേഷം തൊട്ട് താഴോട്ട് ഇട്ടാൽ നമുക്ക് റിവേഴ്സ് ഗിയർ തെറ്റാതെ തന്നെ ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇടുക. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറയാം, ഫിഫ്ത്തിൽ നമ്മൾ പോകുന്നു. ഫോർത്തിലേക്ക് ഇടുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ തന്നെ കൈപിടിക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് താഴോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ന്യൂട്രൽ പോയിന്റിൽ വന്നല്ലോ. അതിനുശേഷം ഓൾറെഡി നമ്മുടെ ഗിയർ ഈ ന്യൂട്രൽ പോയിന്റ് സെൻറ്റർ ഭാഗത്തായിരിക്കും. അപ്പോൾ ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്കാണ് ഡൗൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ തൊട്ട് താഴോട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഈ കൈ ഫ്രീ ആക്കിയിട്ട് താഴോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫിഫ്ത്തിൽ നിന്ന് വണ്ടി തീർത്തും സ്ലോ ആയി തേർഡിലേക്ക് ഫോർത്ത് ഒഴിവാക്കിയിട്ടിടണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ തന്നെ കൈ പിടിച്ചിട്ട് കൈയുടെ ഈ വെള്ളയുടെ ഈ ഭാഗം കൊണ്ട് ഇതേ ഇങ്ങനെ
പതിയെ മുകളിലേക്ക് തട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് തേർഡ് ഗിയർ കൃത്യമായിട്ടും ഇടാനായിട്ട് സാധിക്കും. ഇനി തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ കൈ എപ്പോഴും ഇങ്ങനെ ഗിയർ ലിവർ പിടിക്കുന്നില്ലല്ലോ. ഓൾറെഡി നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് പിടിക്കുന്നു, തേർഡിൽ ഇങ്ങനെ പോകുന്നു. പെട്ടെന്ന് സെക്കൻഡ് കൊടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് സ്റ്റിയറിംഗിൽ നിന്ന് കൈ അയച്ച് ഇത് ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് ഇങ്ങനെ വരിക. അതിനുശേഷം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് താഴോട്ട് ഇടുക. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തേർഡിൽ നിന്ന് സെക്കൻഡ് തെറ്റാതെ ഇടാനായിട്ട് സാധിക്കും. വീണ്ടും ഫസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇടുക. അപ്പം നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒരിക്കലും തെറ്റാതെ തന്നെ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വണ്ടിയിലിരുന്ന് ഇത് കൃത്യമായിട്ട് നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഓരോ ഗിയർ ഇടുന്ന സമയത്തും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഗിയർ ഇടുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ക്ലച്ച് നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു. വണ്ടി ആക്സിലറേഷൻ കൊടുത്ത് നന്നായിട്ട് മൂവ് ആയതിനു ശേഷം ആയിരിക്കുമല്ലോ നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മൂവ് ആകുന്ന സമയത്ത് ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു. പതിയെ സാവധാനത്തിൽ സെക്കൻഡ് ഇടാം. വീണ്ടും മൂവ്മെൻറ്റ് കൊടുത്തിട്ട് അടുത്തൊരു ഗിയർ ഇടാൻ ശ്രമിച്ചാൽ നമുക്ക് തേർഡും ഫോർത്തും ഒക്കെ ഇടാനായിട്ട് സാധിക്കും. ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വണ്ടി റണ്ണിങ് ഉള്ള സമയത്ത് അഡ്വാൻസ് ആയിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫോർത്തിൽ പോകുമ്പോൾ വണ്ടി ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് മുന്നിലൊരു കയറ്റം കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കയറ്റത്തിനോട് അടുത്തെത്താതെ കുറച്ച് മുന്നേ തന്നെ ബ്രേക്ക് വണ്ടി കാല് വന്ന് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ മതി. വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഇഷ്ടമായെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ നിങ്ങളൊന്ന് അമർത്തി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാ ദിവസവും വൈകിട്ട് കൃത്യം 6 മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോകൾ, പുതിയ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.